ഹലോ. ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ? പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് ഓവർ തിങ്കിങ് ആണോ നിങ്ങളുടെ പ്രശ്നം? എന്താ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് നീതു ടോണി. ഞാൻ ഒരു നേഴ്സ് ആൻഡ് ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഈ ഓവർ തിങ്കിങ് ഒരു വലിയ പ്രശ്നമാണെന്നേ. അത് നമ്മുടെ ദിവസം തന്നെ കളയും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഇതിനെയൊക്കെ വീക്കാക്കുമെന്ന് ഈ ചുറ്റും നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? നമ്മൾ കുറേ ആൾക്കാരോടൊക്കെ പറയുമ്പം ഈവൻ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ഈ ചിന്തിച്ച് കൂട്ടുന്നത്, എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്നു? പക്ഷേ ഇത് ശരിക്കും പ്രശ്നമുള്ളവർക്കല്ലേ, അത് അനുഭവിക്കുന്നവർക്കല്ലേ അത് മനസ്സിലാവുള്ളൂ അല്ലേ. ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് തന്നെ അത് പറയാൻ പറ്റും. ഈവൻ എൻ്റെ ഹസ്ബൻഡിന് പോലും ചില സമയത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ എന്തിനാ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുന്നതെന്നല്ലേ. എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞ അമ്മമാർ, എനിക്ക് തോന്നുന്നു ലേഡീസിനാണ് കുറച്ചും കൂടി ഈ ഒരു പ്രശ്നം കൂടുതലും തോന്നുന്നല്ലേ. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിസ്സാരം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാർ അവരെന്താ നമ്മളോട് സംസാരിക്കാത്തത്, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ അവർ സംസാരിക്കാത്തത്? ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ, ചില ദിവസങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണോ ഓർത്ത് കൂട്ടുന്നത്, ഇനി വരാനുള്ള കാര്യങ്ങളാണോ? ഫോർ എക്സാമ്പിൾ എനിക്ക് 2 മക്കളാണ് കേട്ടോ. അപ്പോൾ അതിലൊരാൾ സ്കൂളിൽ പോകുന്ന ആളാണ്. ഈ സ്കൂളിൽ പോകുന്ന ആൾ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നത് തന്നെ എനിക്ക് ടെൻഷനാണ്. അവിടെ ചെന്ന് അവരതിനെ കറക്റ്റായിട്ട് നോക്കുമോ, അവിടുന്ന് കൊച്ചു മിസ്സാവുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ദിവസത്തെ വളരെയധികം ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ തന്നെ മാറ്റിയാലേ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് കോച്ചോ, ഇപ്പം ഞാൻ ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ഇതുപോലെ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമായിട്ട് ഒരുപാട് വരാറുണ്ട്, ആൾക്കാർ വരാറുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. അതിൽ ഇപ്പം എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ കൗൺസിലറോ ഈ ലൈഫ് കോച്ചോ ഇവരൊക്കെ നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ഗൈഡ്സ് പറഞ്ഞു തരും അല്ലേ. നമ്മളോട് ഓവർ തിങ്കിങ് മാറ്റാൻ വേണ്ടി എന്ത് പറയും, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ പറയും, കുക്കിംഗ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാൻ പറയും, പടം വരയ്ക്കാൻ പറയും, നടക്കാൻ പോകാൻ പറയും, പാട്ട് കേൾക്കാൻ പറയും. പക്ഷെ ഇതൊന്നും വർക്കാവില്ല. കാരണം എന്താ, ഈ പറയുന്ന കാര്യമൊക്കെ അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് ആരാന്നേ? ഇത് നമ്മളെ കൊണ്ട് അത് പറ്റാത്തതാണല്ലോ നമ്മുടെ പ്രശ്നം. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതൊന്ന് മാറി അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള തടസ്സമല്ലേ നമ്മുടെ പ്രശ്നം. അപ്പം അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടതല്ലേ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം, ഓവർ തിങ്കിങ് നമുക്കുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അത് മാറ്റാൻ വേണ്ടി ആദ്യത്തെ കാര്യം, ഈ വെളിയിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ മെയിൻ തിങ്. അത് നമ്മൾ തന്നെ മാറ്റിയേ പറ്റത്തുള്ളൂ. കാരണം ഒന്ന്, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു. ഇനി ഇതല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചു കൂട്ടുന്നു. ഇതൊന്നിനും നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലാതെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലേ. നമ്മുടെ ടെൻഷൻ കൂടി ഓവർ ഈറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നു. ഞാനൊരുപാട് ഇരുന്ന സമയത്തൊക്കെ സിക്ക് ലീവ് ഒക്കെ എടുക്കാൻ എനിക്കൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി, നമ്മളിപ്പം ജീവിക്കുന്ന മൊമെൻ്റ് എന്താ, ഈ റൈറ്റ് പ്രസൻറ്റിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമല്ലാതെ പഴയ കാര്യങ്ങളെ ഓർത്തിരുന്ന് സങ്കടപ്പെട്ടിട്ടും വരാനിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് വരല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുന്നതല്ലേ നല്ലത്. അപ്പോൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ദിവസം നമ്മൾ എൻജോയ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് നമ്മൾ ചിലപ്പം എനിക്ക് അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊച്ചിനായിട്ട് സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്തെന്ന് തീർത്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, കുറേ ചിന്തിച്ചു കൂട്ടി. ഈ ചിന്തിച്ചു കൂട്ടിയ കാര്യത്തിന് പിറ്റേ ദിവസം എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ? ഒന്നുമില്ലെന്നേ. ഇതാണ് സത്യം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലേ. ഓവർ തിങ്കർ ആണ്, നമ്മളൊരു ഓവർ തിങ്കർ ആണെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ ഡൈവേർട്ട് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ ലെറ്റ് ഇറ്റ് ബി ആയിട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റാത്ത ആൾക്കാരുണ്ടെന്ന് ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, മാക്സിമം ഞാൻ അതിനുവേണ്ടി ഒരു 2-3 മിനിറ്റ്സ് എൻ്റെ ലൈഫിൽ നിന്ന് കൊടുക്കോളം നമ്മളങ്ങനെ ഉറപ്പിക്കണം. കരയാനാണോ? കരഞ്ഞു. ഇനി എന്തെങ്കിലും തന്നെ ഇരുന്ന് വർത്താനം പറയാനാണോ? പറഞ്ഞു. എഴുതി തീർക്കണോ? എഴുതി തീർത്തു. അങ്ങനെ എഴുതി തീർക്കാൻ ഒരു 2-3 മിനിറ്റ്സ്, അങ്ങനെ കരയാനാണെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ്, അങ്ങേറ്റവും ഒരു 5 മിനിറ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ കം ടു ദ പ്രസൻറ്റ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാനുള്ള ആദ്യത്തെ ടിപ്പ്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരോട് മാറണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ.
അടുത്ത കാര്യം, നമുക്കൊരു 5-4-3 ഒരു മെത്തേഡ് അല്ലേ, ഒരു 5-4-3 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. 5 കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കാര്യന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാം. 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ എന്താണ് ചുറ്റും കേൾക്കുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് മാറ്റി തുടങ്ങുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യുക അല്ലേ. നമുക്ക് ഒരു ബുക്കോ ഇനി നമ്മുടെ ഫോണാണെങ്കിൽ നമ്മൾ ആ ഓവർ തിങ്ക് ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ലേ. ഓവർ തിങ്കിങ്, ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ച് ഇപ്പോൾ ഇരുന്ന് ഈ ഓവർ തിങ്ക് ചെയ്യുന്നത്, ഇതിന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇത് ഞാനിരുന്ന് ഇപ്പോൾ ചിന്തിച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ മാറാൻ പോകുന്നുണ്ടോ, അതോ എനിക്കത് സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാക്കുന്നത്. സന്തോഷമാണെങ്കിൽ നിങ്ങളിരുന്ന് ചിന്തിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ സങ്കടമാണെങ്കിൽ നമ്മൾ തന്നെ നമുക്കായിട്ട് സങ്കടം കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ. ആവശ്യത്തിന് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ ആ പരിപാടി നമുക്കങ്ങ് മാറ്റാം. പിന്നെ ദ ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ ലൈഫിനെ കൂടുതൽ ബെറ്റർ ആക്കണമെന്ന് വേറൊരാൾക്കും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ട് തരാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഓരോ ദിവസവും മോർ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മളെ കീപ്പ് ഓൺ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ മൊമെൻറ്റിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഫീലിങ്സുകളാണ് നമുക്ക് വന്നത്, നമുക്കൊരു ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാക്ക് ചെയ്യുന്നതിലൂടെ എപ്പോഴും നമുക്കുണ്ടല്ലോ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ചെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് നോക്ക്. അതുപോലെ നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യുക. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ലടൂ, അതാണ് സത്യമായ കാര്യം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ, ചുറ്റും കേൾക്കുന്ന കാര്യങ്ങൾ, ആ മൊമെൻറ്റിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓവർ തിങ്കിങ് ഒരു പരിധിവരെയൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.